ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ആനക്കോട്ടയിലേക്കാണ് വന്നേക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഈ ആനക്കോട്ടയുള്ളത്. പുന്നത്തൂർ ആനക്കോട്ടാണെന്ന് അറിയപ്പെടുന്നത്. ഇവിടെ എൻട്രൻസ് ഉണ്ട്. ആൾക്ക് ഇപ്പോൾ 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം. ഈ ആനക്കോട്ട പണ്ടൊരു കൊട്ടാരമായിരുന്നു. ഇതിന് കുറേ ചരിത്രപ്രധാനമായ സ്ഥലമാണിത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളുള്ളത് ആനക്കോട്ടയിലാണ്. തൃശ്ശൂർ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള പുന്നത്തൂർ ആനക്കോട്ടയിലാണ് നമ്മളുള്ളത്. ഫുള്ള് ആനകളാണ് കേട്ടോ. ഇവിടെ ആനകളുടെ ഒരു സമ്മേളനമാണ്. ഞാൻ, എൻ്റെ പൊണ്ടാട്ടി, അമ്മച്ചി എല്ലാവരും കൂടിയാണ് നമ്മൾ ആനക്കോട്ട കാണാൻ വന്നേക്കുന്നത്. ഒരാൾക്ക് എൻട്രൻസ് 20 രൂപ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ കേശവൻ, അതായത് ആനകളുടെ ഇതിഹാസമായ ഗുരുവായൂർ കേശവനൊക്കെ ഈ ആനക്കോട്ടയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ജയലളിത ഇവിടെ ഒരു ആനയെ നടയിരുത്തിയിട്ടുണ്ട്. അതുപോലെ സുരേഷ് ഗോപി, ശോഭാ സിറ്റി മോളുടെ ഓണർ, ഇവരൊക്കെ ഓരോ ആനകളെ തന്നെ ഇവിടെ നടയിരുത്തി എന്നാണ് പറയണത്. ഗുരുവായൂർ ആനക്കോട്ടയിൽ ഇപ്പോൾ 36 ആനയുണ്ടെന്നാണ് ഇവിടുത്തെ ചോദിച്ചിട്ട് പറഞ്ഞത്. 36 ആനകളാണ് കേട്ടോ. ഞങ്ങൾ അന്ന് വരുന്ന സമയത്ത് കുളിപ്പിച്ച് സെറ്റപ്പാക്കി നിർത്തിയേക്കുക. അതുപോലെ നമ്മുടെ മമ്മൂട്ടിയുടെ കാലത്തെ മികച്ച ഹിറ്റ് സിനിമയായ നമ്മുടെ വടക്കൻ വീരഗാഥ എന്നുള്ള മൂവിയൊക്കെ ഈ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കൊട്ടാരം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണുള്ളത്. മുമ്പ് ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ട്. പക്ഷേ ഈ കൊട്ടാരം ഇപ്പോഴും ദേവസ്വത്തിൻ്റെ കീഴിലാണുള്ളത്. പിന്നെ ആനകളെന്നെ കുളിപ്പിക്കാനായിട്ടൊരു കുളം പോലെ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇത് പ്രശ്നക്കാരെ ആനകളെന്നൊക്കെ മെരുക്കിയെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ ആനയ്ക്ക് കഴിക്കാൻ കൊടുത്തുള്ളതാണ് കേട്ടോ. പിലോപ്പി മീന. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.